Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ തന്നെ വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ആദ്യം ഇൻട്രൊഡക്ഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ഓഫ് വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോ, ശേഷം ഹൗ ടു യൂസ് സെർച്ച് എഡിറ്റ് ബോക്സ് ഓഫ് വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോ. ദെൻ ദ പ്രീവിയസ് പാർട്ട് വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഈസ് സ്റ്റാർട്ട് ലിസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോയെക്കുറിച്ച് ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോയുടെ തേർഡ് എലമെൻ്റ് ആയിട്ടുള്ള ഓൾ ആപ്സ് ലിസ്റ്റ് എന്താണ്, എങ്ങനെയാണ് ഓൾ ആപ്സ് ലിസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഓൾ ആപ്സ് ലിസ്റ്റിലൂടെ നാവിഗേറ്റ് ചെയ്യേണ്ടത്, നാവിഗേഷൻ എക്സെപ്ഷൻ എവിടെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ആമുഖം അധികം ദീർഘമില്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് നമ്മുടെ ഫോക്കസ് വരുന്നത് താഴെ കാണുന്ന സെർച്ച് എഡിറ്റ് ഫീൽഡിലാണ്. ഞാൻ സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസ്സിംഗ് വിൻഡോസ് കീ. search box explaned. എൻ്റെ ഫോക്കസ് ഉള്ളത് സ്റ്റാർട്ട് വിൻഡോയുടെ ബോട്ടം കാണുന്ന സെർച്ച് എഡിറ്റ് ഫീൽഡിലാണ്. ഈ സെർച്ച് എഡിറ്റ് ഫീൽഡിൽ നിന്ന് രണ്ട് വിധത്തിൽ ഓൾ ആപ്സ് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. നമ്പർ 1, സെർച്ച് എഡിറ്റ് ഫീൽഡിൽ നിന്ന് സ്ക്രീൻ റീഡർ ഓൾ ആപ്സ് ലിസ്റ്റ് എന്ന് അനൗൺസ് ചെയ്യുന്നതുവരെ ടാപ്പ് കീ പ്രസ് ചെയ്യുക. ഞാൻ ടാപ്പ് കീ പ്രസ് ചെയ്യുന്നു. Start list. Toggle start navigation menu items collapsed. Activate the show or hide labels. ഒരു തവണ ടാപ്പ് കീ പ്രസ് ചെയ്തപ്പോൾ ഫോക്കസ് സ്റ്റാർട്ട് ലിസ്റ്റിലെത്തി. അഗെയിൻ All apps list. Recently added grouping. രണ്ട് തവണ ടാപ്പ് കീ പ്രസ് ചെയ്തപ്പോഴാണ് ഓൾ ആപ്സ് ലിസ്റ്റ് എന്ന് സ്ക്രീൻ റീഡർ അനൗൺസ് ചെയ്തത്. ഫോക്കസ് നോക്കാം. Recently added grouping focused. എന്താണ് റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പിംഗ് എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഒന്നാമത്തെ മെത്തേഡ്, അഥവാ സെർച്ച് എഡിറ്റ് ഫീൽഡിൽ നിന്ന് 2 ടൈംസ് ടാപ്പ് കീ പ്രസ് ചെയ്താൽ ഓൾ ആപ്സ് ലിസ്റ്റിൽ എത്തിച്ചേരാം. ഒരിക്കൽ കൂടി സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസ്സിംഗ് വിൻഡോസ് കീ. Start window. Search box edit blank. വീണ്ടും ഫോക്കസ് സെർച്ച് എഡിറ്റ് ഫീൽഡിലെത്തി. രണ്ടാമത്തെ മെത്തേഡ്, ക്വിക്കസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെർച്ച് എഡിറ്റ് ഫീൽഡിൽ നിന്ന് ഒരു തവണ ഡൗൺ ആരോ പ്രസ് ചെയ്താൽ ഫോക്കസ് ഓൾ ആപ്സ് ലിസ്റ്റിലേക്ക് ജമ്പ് ചെയ്യും. നോക്കാം. ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു. All apps list. Recently added grouping. ആദ്യം പറഞ്ഞ മെത്തേഡിനേക്കാൾ എളുപ്പമാണ് രണ്ടാമത്തെ മെത്തേഡ്, അഥവാ സെർച്ച് എഡിറ്റ് ഫീൽഡിൽ നിന്ന് ഡൗൺ ആരോ മാത്രം പ്രസ് ചെയ്താൽ മതിയാവും. എങ്ങനെയാണ് ഓൾ ആപ്സ് ലിസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വെർട്ടിക്കലി ആണ് ഓരോ ആപ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വൺ ബിലോ ദി അതർ. എന്തിനാണ് ഓൾ ആപ്സ് ലിസ്റ്റ്? നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് ഫോണുകളിലെ ആപ്പ് സ്ക്രീൻ വിൻഡോ പോലെ ഒരു വിൻഡോയാണ്, അല്ലെങ്കിൽ ഒരു ലിസ്റ്റാണ് ഓൾ ആപ്സ് ലിസ്റ്റ്. വെർട്ടിക്കലി ആണ് അറേഞ്ച്മെൻറ്റ്. ഇനി എങ്ങനെയാണ് ഓൾ ആപ്സ് ലിസ്റ്റിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് നോക്കാം. സാധാരണയായി വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിലും അതിൻ്റെ സ്റ്റാർട്ട് വിൻഡോയിൽ ഓൾ ആപ്സ് ലിസ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് തുടങ്ങുന്നത് 2 കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്പർ 1, Recently added grouping focused. റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പിംഗ്. റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പിംഗ് മീൻസ് അവസാനമായി കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്ത ആപ്ലിക്കേഷൻസ്, ഇവയാണ് റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പിംഗ് എന്ന ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ റീസെൻ്റ്ലി ആഡ് ചെയ്തിട്ടുള്ള ആപ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇവിടെ നാവിഗേറ്റ് ചെയ്യുന്നതിനായി അപ്പ് ഡൗൺ ആരോ കീസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇത് ഒരു വെർട്ടിക്കൽ ലിസ്റ്റാണ്. ലെഫ്റ്റ് റൈറ്റ് ആരോ കീസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു. Amazon new. Flipkart 1 new. Mothertongue new. 3 ആപ്ലിക്കേഷൻസ് ടോപ്പിൽ കണ്ടു. ബാക്കിയുള്ളവ കാണണം എങ്കിൽ Expand the recently added apps group list item focused collapsed. റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പ് ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനാണ് പറയുന്നത്. ഇനിയും കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടി കാണാം. ഞാനിവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്ത് ഈ കലാപ്സ് ആയ ഗ്രൂപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നു. Expanded. സ്പേസ് ബാർ പ്രസ് ചെയ്തപ്പോൾ ലിസ്റ്റ് എക്സ്പാൻഡായി. ഫ്രം ദ ടോപ്പ് ഒരിക്കൽ കൂടി നമുക്ക് റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പ് നോക്കാം. Recently added grouping. ഇതാണ് ഹെഡിങ്. താഴെ Amazon new. Flipkart 1 new. Mothertongue new. Intel registered graphics command center new. Collapse the recently added apps group expanded. തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന 4 ആപ്ലിക്കേഷൻസാണ് റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി 2, Most used grouping. മോസ്റ്റ് യൂസ്ഡ്, അഥവാ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയും അപ്പ് ഡൗൺ ആരോ കീസ് മാത്രമാണ്. ഈ ഗ്രൂപ്പിൽ ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. ഡൗൺ, Brave. Word. File Explorer. Notepad. Moving per.
Audacity. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന 6 ആപ്ലിക്കേഷൻസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ 2 കാറ്റഗറിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഓൾ ആപ്സ് ലിസ്റ്റ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് തുടങ്ങുന്നത്. ഓൾ ആപ്സ് ലിസ്റ്റിൽ ആപ്ലിക്കേഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അസെൻഡിങ് ഓർഡർ അഥവാ ABCD എന്ന ക്രമത്തിലാണ്. മാത്രമല്ല ഓരോ ആപ്ലിക്കേഷനും അതാത് ആൽഫബറ്റുകളുടെ ഗ്രൂപ്പായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ A എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും A ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും. അങ്ങനെ Z വരെ. മുകളിലെ റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പിംഗ്, മോസ്റ്റ് യൂസ്ഡ് ഗ്രൂപ്പിംഗ് എന്നീ 2 ഗ്രൂപ്പുകൾ കഴിഞ്ഞാൽ ഡൗൺ ആരോ പ്രസ് ചെയ്താൽ നമ്പർ ഗ്രൂപ്പ് അഥവാ ആൽഫബറ്റ്സിന് മുമ്പ് നമ്പേഴ്സ് ഉപയോഗിച്ച് തുടങ്ങുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അത്തരം ആപ്ലിക്കേഷൻസ് അറേഞ്ച് ചെയ്യുന്നത് നമ്പർ ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും. ഫോർ എക്സാമ്പിൾ 3D Viewer, 7-Zip തുടങ്ങിയിട്ടുള്ള ന്യൂമറിക്സ് ഉപയോഗിച്ചുകൊണ്ട് പേരുകൾ തുടങ്ങുന്ന ആപ്സ് അവയൊക്കെ നമ്പറിംഗ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. നോക്കാം. 3D Viewer. നമ്പറിംഗ് ഗ്രൂപ്പിൻ്റെ അണ്ടർ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് 3D Viewer. വിൻഡോസ് 10ൻ്റെ കൂടെ ബൈ ഡിഫോൾട്ട് വരുന്ന ആപ്ലിക്കേഷനാണ്. താഴേക്കുണ്ടോ നോക്കാം. നോ. നമ്പറിംഗ് ഗ്രൂപ്പിൽ നിലവിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ 3D Viewer എന്ന ഒറ്റ ആപ്ലിക്കേഷൻ മാത്രമാണ് ഉള്ളത്. തൊട്ട് താഴെ A ഗ്രൂപ്പിംഗ് ആണ്. നോക്കാം. ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു. Access. Adobe Folder collapsed. Adobe Acrobat DC. Adobe Acrobat Distiller DC. Adobe Digital Editions 4.5. Audacity വരെയാണ് A ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ആപ്ലിക്കേഷൻസ്. തൊട്ട് താഴെ B ഗ്രൂപ്പ്. നോക്കാം. Book Wizard Reader Folder collapsed. Brave Apps Folder new collapsed. Brave Apps Folder ഇതുവരെയാണ് B ഗ്രൂപ്പ്. താഴെ C grouping. Calculator, Calendar, Camera, Clock, Cortana Assistant വരെയാണ് C ഗ്രൂപ്പ്. Again down arrow. D grouping. Driver Talent Folder collapsed. D ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രമാണ്. തൊട്ട് താഴെ E ഗ്രൂപ്പ്. Enable India Folder collapsed. eSpeak Folder collapsed. Excel. F grouping. F group. Feedback Hub. Firefox. Freedom Games Folder collapsed. FreeMake Folder FS Reader 3.0 Folder G grouping. G group. Get Help. Google Chrome. Groove Music. H grouping. H group. HP Folder I grouping. I group. Intel Registered Graphics Commands and All Apps List. J grouping. J group. JAWS 2020 Folder JAWS 2022 Folder K grouping. K group. KM Player 6 Kurzweil Logic. ഇത്തരത്തിലാണ് ആപ്സ് വൺ ബിലോ ദി അതർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ അസെൻഡിങ് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എന്നതാണ്. നമ്പർ 2 അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ തന്നെയും ഇവയെല്ലാം ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു എന്നതാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഓൾ ആപ്സ് ലിസ്റ്റിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അത്തരം ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങുന്ന ഗ്രൂപ്പ്സ് സ്വാഭാവികമായും സ്കിപ്പ് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ ആൽഫബറ്റ് Q ഫോർ ക്വൈറ്റ്. Q ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു ആപ്ലിക്കേഷനും എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൽഫബറ്റ് P ഫോർ പാപ്പ. P എന്ന ഗ്രൂപ്പ് കഴിഞ്ഞാൽ R ഗ്രൂപ്പിലേക്കാണ് ഫോക്കസ് ജമ്പ് ചെയ്യുന്നത്. കാരണം Q എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ലഭ്യമല്ല എന്നതാണ്. നമ്പർ 3 ചില ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷനുകൾക്ക് സബ് ആപ്ലിക്കേഷനുകളും കാണാം. നോക്കാം. Adobe Folder collapsed. ശ്രദ്ധിക്കുക. Adobe Folder collapsed. Adobe Folder collapsed എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനുള്ളിൽ എന്തോ സബ് ഐറ്റംസ് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഐറ്റംസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് Adobe Folder collapsed എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യുക. സ്പേസ് ബാർ പ്രസ് ചെയ്യുക. Adobe Folder expanded. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് കൊളാപ്സ് ചെയ്യാനായിട്ട് അപ്പ് ആരോ പ്രസ് ചെയ്ത് Adobe Folder expanded എന്ന് പറയുന്ന ഭാഗത്ത് വന്ന ശേഷം സ്പേസ് ബാർ പ്രസ് ചെയ്ത് Adobe Folder collapsed. സ്പേസ് ബാർ ഒരു ടോഗിൾ കമാൻഡ് ആയിട്ട് വർക്ക് ചെയ്യും. കൊളാപ്സ്ഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഫോക്കസ് ചെയ്ത ശേഷം സ്പേസ് ബാർ പ്രസ് ചെയ്താൽ അത് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡഡ് എന്ന് പറയുന്ന ഭാഗത്ത് സ്പേസ് ബാർ പ്രസ് ചെയ്താൽ കൊളാപ്സ്ഡ് ആവും. ഇനി Adobe Folder expanded. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത ശേഷം ഇതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ Help, home page, uninstall, Adobe Acrobat DC. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ Adobe Acrobat Reader Pro DC എന്ന ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇവിടെ എൻ്റർ പ്രസ് ചെയ്താൽ
Adobe Acrobat Pro DC 64-bit navigation grouping. Add left rail entry container view text frame. ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. ഇത്തരത്തിൽ സ്റ്റാർട്ട് വിൻഡോയിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. Again, All apps list B grouping. B group, Book Wizard Reader folder collapsed. another group. ഇതിനും സബ് ഐറ്റംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. കൊളാപ്സ്ഡ് എന്ന് പറയുന്നതിനൊക്കെ സബ് ഐറ്റംസ് കാണും. Brave. ഇത് സിംഗിൾ ഐറ്റമാണ്. Brave apps folder new collapsed. ബ്രേവ് ആപ്സ് ഫോൾഡർ. ഈ ഗ്രൂപ്പിന് സബ് ഐറ്റംസ് ഉണ്ട്, കാരണം കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞു. എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. Expanded. Brave apps folder new expanded. ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു. Amazon new. PHP. Bookshare. Daily Epper. Flipkart. What free ups materials. Frontline. Mail. Google. All apps list B grouping. Google Drive. JavaPoint new. Meet. Alam. Oxford Learner's Dictionary. PDF Drive. The Wire. Translate. Wikipedia. W3C. YouTube to MP4 and MP3 converter. ഇത്രയും ആപ്ലിക്കേഷൻസ് ബ്രേവ് ആപ്സ് ഫോൾഡർ എന്ന ഗ്രൂപ്പിന്റെ അണ്ടറിൽ സബ് ഐറ്റംസ് ആയിട്ട് വന്നതാണ്. ഇത്തരത്തിൽ ഏതൊരു ആപ്പാണോ കൊളാപ്സ്ഡ് എന്ന് പറയുന്നത് അവയെല്ലാം സബ് ഐറ്റംസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രൂപ്പുകളാണ്. സ്പേസ് ബാർ പ്രസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പ് ഡൗൺ ആരോ കീസ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാം. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഓൾ ആപ്സ് ലിസ്റ്റിലൂടെയുള്ള ആരോ കീ നാവിഗേഷൻ മനസ്സിലാക്കി. എങ്ങനെയാണ് ഓൾ ആപ്സ് ലിസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലായി. സെക്കൻഡ് ടൈപ്പ് ഓഫ് നാവിഗേഷൻ. സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. Start Windows. ഡൗൺ ആരോ. All apps list recently added grouping. ഓൾ ആപ്സ് ലിസ്റ്റ്. എപ്പോൾ നമ്മൾ ഓൾ ആപ്സ് ലിസ്റ്റിലെത്തിയാലും ഫസ്റ്റ് ഫോക്കസ് അതിൻ്റെ ടോപ്പിൽ തന്നെ ആയിരിക്കും, അഥവാ റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പിംഗ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ആരോ കീ നാവിഗേഷനാണ്. ഇനി ഡെസ്ക്ടോപ്പിൽ നമ്മൾ ക്വിക്ക് നാവിഗേഷൻ പരിചയപ്പെട്ടു, അഥവാ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ. അതുപോലെ ഓൾ ആപ്സ് ലിസ്റ്റിലും ക്വിക്ക് നാവിഗേഷൻ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പിലില്ലെങ്കിൽ, മോസ്റ്റ് യൂസ് ഗ്രൂപ്പിലില്ലെങ്കിൽ എത്ര പ്രാവശ്യം ഓൾ ആപ്സ് ലിസ്റ്റിലൂടെ ഡൗൺ ആരോ ഉപയോഗിച്ചാലാണ് വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ കണ്ടെത്താൻ സാധിക്കുക. സെർച്ച് എഡിറ്റ് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താം. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഓൾ ആപ്സ് ലിസ്റ്റിനെ കുറിച്ചാണ്. ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി ഇവിടെയും നമുക്ക് ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിക്കാം, അഥവാ ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പ് നാവിഗേഷനായിട്ട് ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ചാൽ വളരെ നിഷ്പ്രയാസം വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ കണ്ടെത്താം. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് Recently added grouping focused. ലിസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിലാണ്, റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പിംഗ്. ഇവിടെ നിന്ന് സൂം എന്ന ആപ്ലിക്കേഷൻ കണ്ടെത്തണം. സൂം അറിയാം, Z ആണ് ആൽഫബറ്റ്, ഏറ്റവും അവസാനമാണ്, ഏറ്റവും താഴെയാണ്. അതുകൊണ്ട് തന്നെ എത്ര തവണ ഡൗൺ ആരോ പ്രസ് ചെയ്യേണ്ടി വരും എന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്നാൽ വളരെ വേഗത്തിൽ സൂം എന്ന ആപ്ലിക്കേഷനിൽ എത്തുന്നതിനായി Z ഗ്രൂപ്പിലേക്ക് എത്തണം. ഇങ്ങനെ Z ഗ്രൂപ്പിലേക്ക് എത്തുന്നതിനായി ഇംഗ്ലീഷ് ആൽഫബറ്റ് Z പ്രസ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ Z പ്രസ് ചെയ്യുന്നു. Zoom folder collapsed. നമ്മുടെ ഫോക്കസ് സൂം എന്ന ആപ്ലിക്കേഷനിലാണ് വന്ന് നിന്നത്. വാട്സാപ്പ് കണ്ടെത്തണം. W ഗ്രൂപ്പിലേക്കാണ് എത്തേണ്ടത്. W പ്രസ് ചെയ്യുന്നു. W പ്രസ് ചെയ്തപ്പോൾ W ഗ്രൂപ്പിലെ ഫസ്റ്റ് ഐറ്റം ആയിട്ടുള്ള വെദർ എന്ന ആപ്ലിക്കേഷനിലാണ് ഫോക്കസ് നിന്നത്. ഡൗൺ WhatsApp. വളരെ നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിച്ചു. ഇത്തരത്തിൽ ഓൾ ആപ്സ് ലിസ്റ്റിലും ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പ് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പ് നാവിഗേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻസ് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഈ ലിസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഹോം കീ ഉപയോഗിക്കാം. ഞാൻ ഹോം കീ പ്രസ് ചെയ്യുന്നു. All apps list recently added grouping. ലിസ്റ്റിൻ്റെ ടോപ്പിൽ റീസെൻ്റ്ലി ആഡഡ് ഗ്രൂപ്പിലെത്തി എൻഡ് കീ പ്രസ് ചെയ്താൽ Zoom folder collapsed. Z ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ഐറ്റം ആയിട്ടുള്ള സൂം ഫോൾഡറിലെത്തി. ഇങ്ങനെയും നമുക്ക് ലിസ്റ്റിൻ്റെ ടോപ്പിലേക്ക് പോകാൻ ഹോമും എൻഡിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ എൻഡ് കീയും ഉപയോഗിക്കാം. ഓൾ ആപ്സ് ലിസ്റ്റിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് കണ്ടെത്താൻ സാധിക്കുന്നു എന്നത്. നോക്കാം. സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസിംഗ് വിൻഡോസ് കീ. Start window, search box edit blank. ഡൗൺ ആരോ. All apps list recently added grouping. ഇവിടെ നിന്ന് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ആപ്ലിക്കേഷൻ കണ്ടെത്തണം. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഐ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ അല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ആക്സസറീസ് ഫോൾഡർ എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഒരു സബ് ഐറ്റമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ W ഗ്രൂപ്പിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതിനായി ആൽഫബറ്റ് W പ്രസ് ചെയ്യുന്നു. Weather. Windows accessories folder collapsed.
വിൻഡോസ് ആക്സസറീസ് ഫോൾഡർ. ഈ ഫോൾഡറിനുള്ളിലാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ആപ്ലിക്കേഷൻ ഉള്ളത്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു ബൈ പ്രസിംഗ് സ്പേസ് ബാർ. Space expanded. Windows accessories folder expanded. ഇത്തരത്തിൽ ചില എക്സെപ്ഷൻസ് ഓൾ ആപ്സ് ലിസ്റ്റിനുണ്ട്. അതായത് എല്ലാ ആപ്ലിക്കേഷനും അതായത് ഗ്രൂപ്പുകളിൽ ആയിരിക്കില്ല അറേഞ്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിൻഡോസിൻ്റെ കൂടെ വരുന്ന ഡീഫോൾട്ട് ആപ്ലിക്കേഷൻസ് അവയെല്ലാം തന്നെ വിൻഡോസ് ആക്സസറീസ് ഫോൾഡറിനുള്ളിൽ ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നോട്ട് പാഡ്, വേർഡ് പാഡ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ തുടങ്ങിയ ആപ്ലിക്കേഷൻസ്. വിൻഡോസ് ആക്സസറീസ് ഫോൾഡർ എക്സ്പാൻഡ് ചെയ്തു ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു. Character map. Internet Explorer. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വന്ന് കണ്ടെത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ സ്റ്റാർട്ട് വിൻഡോയിൽ പിൻ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ പിൻ ചെയ്യുന്നതിനും ഓൾ ആപ്സ് ലിസ്റ്റ് ഉപയോഗിക്കാം. അതിനായി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ഈ ആപ്ലിക്കേഷൻ ഫോക്കസ് ചെയ്യുന്നു. ശേഷം റൈറ്റ് ക്ലിക്ക് അഥവാ ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുന്നു. ഫസ്റ്റ് ഐറ്റം ആണ് പിൻ ടു സ്റ്റാർട്ട്. ഡൗൺ More collapsed 2 of 4. More Uninstall 3 of 4. Uninstall Pin to start 1 of 4. Pin to start എന്ന ഈ ഒരു ഐറ്റത്തിൽ എൻ്റർ ചെയ്താൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ഈ ആപ്ലിക്കേഷൻ പിൻ ടൈൽസ് ലിസ്റ്റിലേക്കായിരിക്കും പിൻ ചെയ്യപ്പെടുക. More collapsed 2 of 4. ഈ മോർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. Pin to taskbar 1 of 3. Pin to taskbar 1 of 3. Pin to taskbar. Run as administrator 2 of 3. Run as administrator. Open file location 3 of 3. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ. ഇങ്ങനെ 3 അഡീഷണൽ ഓപ്ഷൻസ് കൂടി ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. More collapsed 2 of 4. ഇത് കൊളാപ്സ് ചെയ്തു. Internet Explorer. എസ്കേപ്പ് പ്രസ് ചെയ്ത് വിൻഡോസ് ആക്സസറീസ് ഫോൾഡറിലേക്ക് തിരിച്ചെത്തി. ഇത്തരത്തിൽ ഓരോ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട നിരവധി ഓപ്ഷൻസ് ഓൾ ആപ്സ് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടെ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഓൾ ആപ്സ് ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.